Hello, good morning all. Welcome back to my channel, Sija's Economic Classes. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് കർവിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡിമാൻഡ് കർവ്? ചോദന വക്രം. The graph shows the inverse relationship between price and quantity demand. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വിപരീത ബന്ധം കാണിക്കുന്ന ഗ്രാഫിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. രണ്ട് കോളങ്ങൾ നമുക്ക് അതിൽ കൊടുക്കുകയാണെങ്കിൽ പ്രൈസ്, ക്വാണ്ടിറ്റി. പ്രൈസ് കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കാം. ഇപ്പോൾ പ്രൈസ് 1, 2, 3, 4, 5 എന്നിങ്ങനെ കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി 10, 9, 8, 7 എന്നിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രൈസിൽ എന്താണ് പ്രൈസ് 5, 4, 3, 2, 1 എന്നിങ്ങനെ കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി എന്താണ് 1, 2, 3, 4, 5 എന്നിങ്ങനെ കൂടുന്നതായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് ഒരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് എന്ത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന ഒരു കർവ് ആയിരിക്കും. അതിൽ നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നത് പ്രൈസ് കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി എന്താണ് കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി എന്താണ് കൂടി വരുന്നതായിട്ട് കാണിക്കുക. അങ്ങനെ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നതായിട്ട് കാണുമ്പോൾ അവിടെ ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞ് താഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിമാൻഡ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു.